ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കമ്മിറ്റീസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. അതിൽ ബ്ലൂ റിബൺ കമ്മിറ്റി, കാഡ്ബറി കമ്മിറ്റി, ഗ്രീൻബറി ആൻഡ് കിങ്സ് കമ്മിറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹാംബൽ കമ്മിറ്റിയാണ്. 1996 വന്നിട്ടുള്ള ഈ ഒരു ഹാംബൽ കമ്മിറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ എന്താണ് ഹാംബൽ കമ്മിറ്റി, എന്തിനാണ് അവർ വന്നിട്ടുള്ളത്, അവരെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, ഒരു കാര്യങ്ങളാണെന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം എന്താണ് ഹാംബൽ കമ്മിറ്റി എന്നുള്ളത്. ഹാംബൽ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1998 1996 കമ്മിറ്റി വന്നിട്ടുണ്ടെങ്കിലും 1998 ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കമ്മിറ്റി കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ദ നീഡ്, ഈ ഒരു കമ്മിറ്റി വരാനുള്ള കാരണം എന്താണ്? ടു സോൾവ് കൺഫ്യൂഷൻ അമംഗ് കമ്പനീസ് റിഗാർഡിങ് കോഡ് ഓഫ് കോണ്ടക്റ്റ്. കമ്പനികളുടെ ആ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റുകളിൽ കമ്പനികൾക്കിടയിൽ എന്തുണ്ടായിരുന്നു? കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഏത് കോഡ് ഓഫ് കോണ്ടക്റ്റുകൾ ഫോളോ ചെയ്യണം, ഏത് ഫോളോ ചെയ്യേണ്ട എന്നുള്ളിടത്തൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാംബൽ കമ്മിറ്റി വന്നിട്ടുള്ളത്. ടു മേക്ക് എ കമ്പൈൻഡ് കോഡ് ഫോർ കമ്പനീസ് ടു ഫോളോ ഓൺ ബേസിസ് ഓഫ് കാഡ്ബറി ആൻഡ് ഗ്രീൻബറി റെക്കമെൻഡേഷൻ. കാഡ്ബറി റെക്കമെൻഡേഷൻ്റെയും അതുപോലെ തന്നെ ഗ്രീൻബറി റെക്കമെൻഡേഷൻ്റെയും ഒക്കെ രണ്ടാളുടെ റെക്കമെൻഡേഷൻ്റെ ഒക്കെ ബേസിൽ ഒരു കമ്പൈൻഡ് കോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഹാംബൽ റിപ്പോർട്ട് വന്നിട്ടുള്ളത്, ഹാംബൽ കമ്മിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് ഫോളോ ചെയ്യണം, ഗ്രീൻബറി ആണോ ഫോളോ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കാഡ്ബറി റെക്കമെൻഡേഷൻ ആണോ ഫോളോ ചെയ്യേണ്ടത്, അവരുടെ കോഡാണോ ഫോളോ ചെയ്യേണ്ടതുള്ള കമ്പനികൾക്ക് കൺഫ്യൂഷനുള്ള സമയത്ത് എന്താണ് ആ കൺഫ്യൂഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പൈൻഡ് കോഡാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഹാംബൽ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ഏതാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോഡാണ് ഈ ഒരു ഹാംബൽ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ഇവിടെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് കാഡ്ബറി കമ്മിറ്റി റെക്കമെൻഡേഷൻസും അതുപോലെ തന്നെ ഗ്രീൻബറി കമ്മിറ്റി റെക്കമെൻഡേഷൻസും. ഇത് രണ്ടും കൂടെ വളരെ കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് കോഡാണ് ഹാംബൽ കമ്മിറ്റി എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ള കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1998. ദെൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ നമ്പർ 1995 1995 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവരുടെ റിപ്പോർട്ട്, കമ്പൈൻഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1998 കാലഘട്ടങ്ങളിലാണ്. ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ സർ റൊണാൾഡ് ഹാംബൽ എന്നിട്ടുള്ള ആളായിരുന്നു. ഈ ഒരു ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ടു റിവ്യൂ ആൻഡ് റിവൈസ് ദി റെക്കമെൻഡേഷൻ ഓഫ് കാഡ്ബറി കമ്മിറ്റി ആൻഡ് ഗ്രീൻബറി കമ്മിറ്റി. ഓക്കെ, എന്താണ് കാഡ്ബറി കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഗ്രീൻബറി കമ്മിറ്റിയുടെയും റെക്കമെൻഡേഷൻസ് റിവ്യൂ ചെയ്യുക, അതുപോലെ തന്നെ അത് റിവൈസ് ചെയ്യുക. ദെൻ ആൻഡ് മേക്ക് ഓൺലി വൺ കോഡ് ഫോർ കമ്പനീസ്. എന്താണ് ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കമ്പനികൾ ഫോളോ ചെയ്യാനായിട്ട് ഒരു കോഡ് ഉണ്ടാക്കുക. ഓക്കെ, അതാണ് ഈ ഒരു കമ്മിറ്റിയുടെ, ഹാംബൽ കമ്മിറ്റിയുടെ മെയിൻ എയിം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് അവർ റെക്കമെൻഡേഷൻസ് എന്നുള്ളത് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഓൾ കാഡ്ബറി ആൻഡ് ഗ്രീൻബറി ഗൈഡ് ലൈൻസ് ഷുഡ് ബി കൺസോളിഡേറ്റഡ് ഇൻ ടു കമ്പൈൻഡ് കോഡ്. എന്താണ് ഈ ഗ്രീൻബറിയുടെയും അതുപോലെ തന്നെ കാഡ്ബറിയുടെയും ഒക്കെ കോഡുകൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് കോഡ് അവർ ഉണ്ടാക്കി കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ്, ഇറ്റ് എംഫസിസ്ഡ് ദി ഡയറക്ടർ റെമ്യൂണറേഷൻ ഷുഡ് നോട്ട് ബി മാറ്റർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ ഇൻ ജനറൽ മീറ്റിംഗ്. എന്താണ് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എന്താണ് ജനറൽ മീറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ഒന്നും ആവശ്യമില്ല എന്ത് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ്റെ കാര്യഘട്ടങ്ങളിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ റെക്കമെൻഡേഷൻ. ദെൻ മൂന്നാമത്തത്, ഇറ്റ് ഈസ് എ ബോർഡ് റെസ്പോൺസിബിലിറ്റി ടു മെയിൻറ്റെയിൻ എ സൗണ്ട് സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോളിന് ഓക്കെ ഒരു സൗണ്ട് സിസ്റ്റം ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യൽ ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളതാണ്. ദെൻ നാലാമത്തത്, ദ റിപ്പോർട്ട് എംഫസിസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഗവേണൻസ് റാദർ ദാൻ ഗൈഡ് ലൈൻസ് ആൻഡ് അവോയ്ഡ് ബോക്സ് ടിക്കിംഗ് അപ്രോച്ച് സോ ആസ് ടു ബി ഫ്ലെക്സിബിൾ തോട്ട് ടു ബി അപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ്. എന്താണ് ബോക്സ് ടിക്കിംഗ് അപ്രോച്ച് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ബോക്സ് ടിക്കിംഗ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സിറ്റുവേഷനിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് റൂൾസ് പ്രൊസീജിയർ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് സിറ്റുവേഷൻസ് വന്നാലും ബിസിനസ് എൻവയോൺമെൻറ്റ് ഏത് ലെവലിലേക്ക് മാറിയാലും എന്താണ് കൃത്യമായിട്ട് ആ ലിഖിതമായിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള ആ റൂൾസ് പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അതിനെയാണ് ബോക്സ് ടിക്കിംഗ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിലുള്ള അപ്രോച്ച് അവോയ്ഡ് ചെയ്യാനാണ് ഈ ഒരു റിപ്പോർട്ട് എംഫസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാ കമ്പനികളും ഫോളോ ചെയ്യണം. സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ്. അവിടെ കമ്പനീൻ്റെ ബോർഡിൽ, മാനേജ്മെൻറ്റിൽ, അവരുടെ ഡിസിഷൻസിൽ ഒക്കെ എന്ത് ചെയ്യണം, മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റിയുടെ
റെക്കമെൻഡേഷനിൽ പറയുന്നത്. ആ ഒരു ബോക്സ് ടിക്കിംഗ് അപ്രോച്ച് ഒഴിവാക്കണം എന്നുള്ളത്. ഏത് സിറ്റുവേഷനിലും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം, ഇനിയിപ്പോൾ എന്തായാലും ഇതന്നെ നിങ്ങൾ പാലിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്തിട്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്കുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് റിക്വയർ ദി പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ് ഡിസ്ക്ലോസ് ഹൗ ദേ ഹാവ് കമ്പൈൽഡ് വിത്ത് കോഡ് ആൻഡ് എക്സ്പ്ലെയിൻ വെയർ ദേ ഹാവ് നോട്ട് അപ്ലൈഡ് ദ കോഡ്. എന്താണ്, ആ കമ്പനികൾ, പബ്ലിക് കമ്പനികളൊക്കെ ആ കോഡ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തലും, അതുപോലെ തന്നെ അതിന് കൃത്യമായിട്ട് ഞങ്ങൾ ഇന്ന ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനി ഏതെങ്കിലും കോഡ് ഫോളോ ചെയ്യാതിരുന്നാൽ അതിൻ്റെ കാര്യകാരണങ്ങൾ, അതിൻ്റെ എക്സ്പ്ലനേഷന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഞങ്ങൾ ഇന്ന കോഡ് ഫോളോ ചെയ്യുന്നില്ല, സോ ഇന്ന കാരണങ്ങളാണ് ആ ഒരു കോഡ് ഫോളോ ചെയ്യാതിരുത്തത് എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഹംബൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ്, ഒരു കൺക്ലൂഷൻ നമുക്ക് നോക്കാം. ഹംബൽ റിപ്പോർട്ട് റിലേഡ് മോർ ഓൺ broad principle and common sense approach where was necessary to apply in all different situations rather than Cadbury and Greenberry box ticking approach. എന്താണ് ഹംബൽ കമ്മിറ്റി പറഞ്ഞാൽ ഒരു കോമൺ സെൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഒരു ബ്രോഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോമൺ സെൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കാര്യമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ബ്രോഡായിട്ടുള്ള ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ്സിൽ എസ്പെഷ്യലി എന്ത് പറഞ്ഞാൽ എന്താണ്, ഒരു കണ്ടിജൻസി അപ്രോച്ച്, സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചിട്ടൊക്കെ കാര്യങ്ങൾ മാറ്റണം എന്നുള്ള ഒരു അപ്രോച്ചാണ് ഈ ഒരു ഹംബൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ കമ്പനി കൃത്യമായിട്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, കമ്പനികൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അതന്നെ റാദർ ദാൻ കാഡ്ബറി ആൻഡ് ഗ്രീൻബറി കമ്മിറ്റി. ഗ്രീൻബറി റിപ്പോർട്ടിൻ്റെ നാട്ടിലും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ആട്ടിലും കാഡ്ബറി റെക്കമെൻഡേഷൻ ആട്ടിലും ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ബോക്സ് ടിക്കിംഗ് അപ്രോച്ചൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കമ്പനികൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്, കോഡുകളാണ് കമ്പനികൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഹംബൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതും. ഓക്കെ, ദെൻ ദിസ് കോഡ് അഡോപ്റ്റ് പ്രിൻസിപ്പിൾ ബേസ്ഡ് അപ്രോച്ച്. ഇതെന്താണ്, ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് അപ്രോച്ചാണ് ഈ ഒരു ഹംബൽ കമ്മിറ്റിയുടെ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹംബൽ കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗ്രീൻബറിയും അതുപോലെ തന്നെ കാഡ്ബറിയുടെയും റെക്കമെൻഡേഷൻസിൽ ഓരോ കമ്പനികൾ ഏത് കോഡ് ഫോളോ ചെയ്യണം എന്നുള്ളിടത്ത് ഒരു കൺഫ്യൂഷൻസ് വന്ന സമയത്ത് ആ ഒരു കൺഫ്യൂഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിനും കൂടി റെക്കമെൻഡേഷൻസ് റിവ്യൂ ചെയ്ത് റിവൈസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോഡ് ഉണ്ടാക്കുകയാണ് ആര് ചെയ്തിട്ടുള്ളത്, ഒരു ഹംബൽ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ കൃത്യമായിട്ട് അവരെ റെക്കമെൻഡേഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ബോക്സ് ടിക്കിംഗ് അപ്രോച്ച് കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഗ്രീൻബറി കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ കാഡ്ബറി കമ്മിറ്റിയുടെയും നല്ല ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് എന്താണ്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറുന്ന രീതിയിലുള്ള ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റുകൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പറയുന്നത്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.